ചായ ഒന്നും വേണ്ടേ? ചായ ഒന്നും വേണ്ടേ? അവിടെ കിടന്ന് കൊറേ കസരത്തൊക്കെ കാണിച്ചല്ലേ ശരീരം വേന ഉണ്ടാ? അവിടെ കിടന്ന് കൊറേ കസരത്തൊക്കെ കാണിച്ചല്ലേ ശരീരം വേന ഉണ്ടാന്ന്? വേനുണ്ട് ഇല്ല, അങ്ങനെ വേനൊന്നുമില്ല. ഇല്ല കാണും കാണും, നല്ല വേനാണ്. ഡാടാ പോടാ, അങ്ങനെ പെട്ടെന്നൊന്നും വേദനിക്കണ ശരീരമല്ല അത്. ബാലുവിന്റെ ബാലു കുറെ വാങ്ങിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചത് പറഞ്ഞിട്ട് ദേഹം വേനൊന്നും എടുക്കൂല. മുമ്പ് ഒരു 7 പേര് കൂടി നിന്നിട്ട് അടിച്ചല്ലേ? അടിച്ച് കഥ പറഞ്ഞില്ല? പോടാ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്ത്? എന്റെ അടുത്ത് മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നേ, എങ്ങനെയാണെന്നറിയാം? 7 പേരെ എടാ, ഞാൻ ഈ കളിയൊന്നും അല്ലടാ കളിച്ചിട്ടുള്ളത്. ഞാനേ 8 ഗുണ്ടകളായിട്ടാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. ഗുണ്ടകൾ എന്നെ ഞാൻ ഒറ്റയ്ക്ക് ഗുണ്ടകൾ എന്നെ ഒന്ന് അടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കൊണ്ട് ഇത് വേനിക്കില്ലെന്ന് പറഞ്ഞു. വേനിക്കില്ലെന്ന് പറഞ്ഞാൽ നീ അടിക്കുവോ? എന്തുവാണ് ഇത്? എന്താണ് ഇത്? എന്താ ബാലു ഇത്? രണ്ടുപേരും കൂടെ കൊച്ചുകുട്ടികളെ പോലെ നാളെ നിങ്ങക്ക്. ഞാൻ വടത്ത് ഞാൻ വെച്ചു, ഞാൻ കുത്തി കയറ്റി തരാം. ഞാൻ പോടാ, നമുക്കിനി കാണേണ്ടി വരും. കാണാം. ഇപ്പോഴത്തെ കളി കഴിഞ്ഞ് എന്താ പോടാ പോ, നമുക്കിനി കാണേണ്ടി വരും. ഇപ്പോഴത്തെ കളി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ കാണാം. ചേച്ചി പറഞ്ഞോണ്ട് വെറുതെ വിടും. പോ. അതെ, പറഞ്ഞ അരമണിക്കൂറായിട്ടാ വെറുതെ വിട്ടത്. നാണമില്ലേ? ഞാനല്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാം. അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നിന്റെ അളിയനെ അല്ല, എൻ്റെ അളിയെ ഇവിടെ കിടന്ന് കുറെ കളി കളിച്ച് ഞാനും കൂട്ട് നിന്നു. ഞാനും ചുമ്മാ കളിച്ചെൻ്റെ ഇവിടെ. പക്ഷെ ഇടയ്ക്ക് അവൻ 2-3 കയറ്റി ഇവിടെ കയറ്റി എൻ്റെ മർമ്മസ്ഥാനത്ത്. അതെന്തിനാ? ചതി കുടുംബമല്ലേ നിന്റെയൊക്കെ. എൻ്റെ അമ്മോ, എൻ്റെ മക്കളെ പിന്നെ സഹിക്കാം. നീ ഇത് ചൂടുള്ള ഇതില് പുളിയിലൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചു പോയി നായി കുടിക്കിട്ട്. എന്ത് ജോലി ചെയ്തിട്ട് അവിടെ കിടന്ന് വെറുതെ പറഞ്ഞതല്ലേ? എനിക്ക് വലിയ കഷ്ടപ്പെട്ടൊന്നുമല്ലല്ലോ. കുറച്ച് ദിവസമായി ഒന്ന് ശരി ഇറങ്ങിയിട്ട്. നിനക്ക് വേണ്ടി അല്ല, എനിക്കും കൂടെ വേണ്ടിയിട്ട്, എൻ്റെ ബോഡിയുടെ സേഫിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചതാണല്ലോ. നിന്റെ അനിയന്റെ മുമ്പ് ഞാൻ കൊച്ചാവണോ? ഉപ്പും പുളിയല്ലേ അല്ലേ? എന്നാ കുടിച്ചിട്ട് വരാം. 2 ഒരേ കണക്ക് തന്നെ, ദേഹം നോവിക്കാൻ വേണ്ടി. അറിയാതെ തട്ടി എന്താ ഇവിടെ ബഹളം കേട്ടെ? എന്തെങ്കിലും കടിച്ചു പറിച്ചതാ? അയ്യോ, ഇത് കാട്ടുപന്നി. നാടൻ പന്നിയല്ല, കാട്ടുപന്നി. നിങ്ങളുടെ വെറുതെ എന്തിനാണ് ഈ ഓടി പന്നി വിളി കേക്കണേ? എന്താ നിനക്ക്? അവനെന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നം? വാടാ, ഒന്നും ചെയ്യൂല. വാടാ. എന്ത് നിനക്ക്? എന്ത്? ഡേയ്, ഞാൻ രാവിലെ മോനെ ശ്രദ്ധിക്കാണ്. നീ കളിക്കണുണ്ട്. കളിയുടെ ഇടയിൽ കൂടെ നീ എന്നെ കുറെ താങ്ങി. നമ്മളെല്ലാം പഠിക്കണം. ആയോധന കലകളെല്ലാം പഠിക്കുന്നത്. നിനക്ക് എന്ത് ആസനകൾ അറിയടാ? കരാട്ടെ, കുൻഫു കാണിച്ചിട്ടുണ്ട്. കളിച്ചിട്ടുണ്ടല്ലോ. ഇത് ആവി പിടിക്കാനേ ഒരു പിടി പുളിയര പോരാ, ഒരു പുളിമരം തന്നെ വേണം. ഇനിയുള്ള അവധി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് തന്നെ എക്സസൈസും കളരി അഭ്യാസവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നിർബന്ധമായി പങ്കെടുത്തിരിക്കണം. ഞാൻ മാത്രം വരൂല. നിനക്ക് 2 പേർക്കും വട്ടായ പിന്നെ ആർക്കും പിടിച്ചു കിട്ടാനൊന്നും പറ്റിയൊന്നുമില്ല. എൻ്റെ മക്കൾക്ക് തള്ളയില്ലാണ്ടായിപ്പോ. അപ്പൊ പിള്ളേർക്ക് തന്തയിലെയും കുഴപ്പമില്ല. എന്നാലും ഞാൻ എൻ്റെ അഭ്യാസം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ പങ്കെടുക്കണം, മസ്റ്റായിട്ട് പങ്കെടുക്കണം. ഇതൊരു അറിയിപ്പായിട്ട് എല്ലാവരും കരുതണം.
അത്രക്ക് വേണോ അച്ഛാ? വേണം. സംഗതിയൊക്കെ കൊള്ളാം. വയസ്സ് 50-55 കഴിഞ്ഞ്. 55? മര്യാദയൊക്കെ നടന്ന് ഒരു 10 വർഷം കൂടെ മര്യാദയ്ക്ക് പോവാം. ശ്രീകുട്ടാ, ഇതേ നിന്റെ ചൊക്കം കളിയല്ല, എൻ്റെ കളി ശാസ്ത്രീയമാണ്. പിന്നെ വയസ്സായാലും അണ്ണാ മരം കയറ്റം മറക്കൂല. മക്കളെ കേശു, നീ അച്ഛൻ്റെ കാലടികളെ പിന്തുടരണം. ശരി. അച്ഛൻ്റെ കാൽവെപ്പ് ഉറച്ചതാണ്. അച്ഛൻ ചെയ്യുമ്പോലൊക്കെ ചെയ്യണം. ഓക്കെ? ഫോളോ മീ. അഭ്യാസത്തിന് വരാതിരിക്കരുത്, കുഴപ്പരുത്. എന്റെ നടുപൊടിഞ്ഞ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. ഇത് ആവി പിടിക്കാനേ ഒരു പിടി പുളിയര പോരാ, ഒരു പുളിമരം തന്നെ വേണം. അതെ അളിയാ, പഴത്തൊല്ലിന്ന് ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ട് അടി തെറ്റിയ അളിയനും വീഴും.